എല്ലാവർക്കും ഹായ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറേ പേരുടെ ഡൗട്ടാണ്. ജോബ് സീക്കർ വിസ ഉണ്ടോ? ജോബ് സീക്കർ വിസയിൽ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് എടുക്കേണ്ടത്? എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഉള്ളത്? എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ തന്നെ ചെയ്യാമെന്ന്. വിസിറ്റിംഗ് വിസ ഉണ്ട്, ഇവിടെ ജോബ് സീക്കർ വിസ ഉണ്ട്. ജോബ് സീക്കർ വിസ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് കുറച്ച് കഴിഞ്ഞ വർഷം കൊണ്ടൊക്കെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ഡേയ്സ്, 90 ഡേയ്സ്, 120 ഡേയ്സ്, അങ്ങനെ 3 സെക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഏത് മന്തിന്റെ വേണമെങ്കിലും എടുക്കാം. 200 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്, അതായത് 6 മന്തിന് 200, 19 ഡേയ്സിന് 300, 120 ഡേയ്സിന് 400, ആ ഒരു രീതിക്കാണ്. ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1000 ദറംസ് ഇന്ത്യൻ മണി അല്ല, 1000 ദറംസ് നമ്മൾ ഡെപ്പോസിറ്റ് പോലെ കാണിക്കണം, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. നമുക്കിപ്പോൾ ജോബ് കിട്ടുവാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് 2 മന്ത്സോ 3 മന്ത്സോ നിന്നിട്ട് ഇവിടെ വന്നിട്ട് ജോബ് കിട്ടിയില്ലെങ്കിൽ അവരത് നമുക്ക് തിരിച്ചു തരും. അവർക്ക് പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി, റിക്വസ്റ്റ് ഇട്ടാൽ മതി, അപ്പൊ നമുക്ക് അത് അവർ തിരിച്ചു തരും. പിന്നെ ജോബ് സീക്കർ വിസക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ UAE വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആയിരിക്കണം നമ്മൾ ചെയ്തിരിക്കേണ്ടത്. അതായത് ഡിഗ്രിയോ ഡിപ്ലോമയോ എല്ലാം, അതായത് നല്ല യൂണിവേഴ്സിറ്റി, ലോക്കൽ യൂണിവേഴ്സിറ്റി ചെയ്ത് ഇവിടെ അംഗീകൃതമല്ലാത്തതിനാൽ ചിലപ്പോൾ അവർ റിജക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ 2 ഇയേഴ്സ് ഗ്യാപ്പ് പാടുള്ളൂ നമ്മൾ പാസ് ഔട്ട് ആയത്. അതായത് ഞാനിപ്പോൾ 2020 പാസ് ഔട്ട് ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 2022 വരെയാണുള്ള ഗ്യാപ്പിലാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ആ ഒരു 2 ഇയേഴ്സിന്റെ ഒരു മിനിമം ഗ്യാപ്പേ പാടുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ ഈ വിസയ്ക്ക് ക്രൈറ്റീരിയയിൽ അനുവദനീയമല്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം, കാരണം അത് കുറച്ച് ലോങ് ആയി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് ജോബ് സീക്കർ വിസയെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ.